ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാൻ, രാവിലെ എഴുന്നേൽപ്പാൻ, തിരുമുഖം അന്വേഷിക്കുവാൻ, ദൈവവചനം കേൾപ്പാനൊക്കെ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒപ്പം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എനിക്കേറെ പ്രിയമുള്ള, ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഈ വചനം കേൾക്കാൻ ഒന്നിച്ച് കർത്താവ് നമ്മളെ അനുവദിച്ച അവസരങ്ങൾ ഒരുക്കി തന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യത്തോടായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർ, കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 7-ാമത്തെ ദിവസം കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ 21 ദിവസങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന്, നമ്മളെ ബലപ്പെടുത്തേണ്ടതിന്, ധൈര്യപ്പെടുത്തേണ്ടതിന്, നമ്മളിൽ ഭയങ്കര അഴിച്ചുപണി നടത്തേണ്ടതിന്, നമ്മളെ കർത്താവ് മറ്റുള്ളവരുടെ നടുവിൽ വയലിലെ താമരയെപ്പോലെ ചമയിച്ച് നിർത്തേണ്ടതിന്, നമുക്ക് തരുന്ന ധൈര്യത്തിനും, നമുക്ക് തരുന്ന ബലത്തിനും, നമുക്ക് തരുന്ന എൻകറേജിനും എല്ലാറ്റിനായിട്ടും കർത്താവിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തെപ്പോലെ വേറൊരു ദൈവമില്ല. നമ്മുടെ ദൈവത്തെപ്പോലെ സ്നേഹിക്കുന്ന ദൈവമില്ല. നമ്മുടെ ദൈവത്തെപ്പോലെ കരുതുന്ന ദൈവമില്ല. നമ്മുടെ ദൈവത്തെപ്പോലെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരാരും നിരാശപ്പെടരുത്. വളരെ ബലത്തോടെ ഒരുപാട് വിഷയങ്ങളിലൂടെ, ഒരുപാട് ശോധനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്നോർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിനീതമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, വളരെ പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മുടെ മെസ്സേജ് എത്തിപ്പറ്റാൻ ചില ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരാവശ്യമുള്ളതല്ല, എങ്കിലും വെറുതെ തടസ്സങ്ങൾ നേരിട്ടതുപോലെ ആയിപ്പോയി. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഒരു ശക്തിയേറിയ സന്ദേശമായിരിക്കുക. എന്നെ കേൾക്കുന്ന ഒത്തിരി ശുശ്രൂഷയെ വളരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു വാക്ക് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1000, 10,000 ആളുകളാണ് ഇത് കേൾക്കുന്നത്. അതിനകത്ത് എല്ലാ തുറയിലെ ആൾക്കാരുമുണ്ട്. അവർക്കെല്ലാം ഒത്തിരി മാറ്റങ്ങൾ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു തുടങ്ങി. ദുഷ്ടനായ പിശാചിനൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എന്തെങ്കിലും തടസ്സമുണ്ടാക്കാൻ പിശാച് നോക്കുമ്പോൾ അതിനൊക്കെ ജയിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് തമ്മിൽ ഓർക്കാം, എന്നെയും ഓർക്കണം. ഞാൻ നിങ്ങളെയും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നു. എൻ്റെ തിരക്കിനും ഓട്ടത്തിനും ഇടയിൽ എല്ലാവിധത്തിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളും തമ്മിൽ ഒരുപാട് പേര് ഉപവാസത്തിനുണ്ട് കേട്ടോ. നമ്മളുടെ ഗ്രൂപ്പിലുള്ളത് അവരെല്ലാം തമ്മിൽ അറിയില്ലെങ്കിലും പേരറിയില്ലെങ്കിലും കർത്താവേ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന ദൈവമക്കൾ, ഞങ്ങളോടുകൂടെ പ്രാർത്ഥനയിലിരിക്കുന്നവർ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ വിഷയങ്ങളിൽ ദൈവം ഒന്ന് ഇടപെടണമെന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചേക്കണം. കർത്താവ് അതൊരു അനുഗ്രഹവും പ്രസാദവുമായി കരുതുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്കായി ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഉറപ്പും ധൈര്യമുള്ള വചനം ഒന്നോടെ നിങ്ങളെ ഓർപ്പിച്ചോട്ടെ. ഈ പ്രാർത്ഥനകളിൽ സ്വർഗം നമ്മെ സന്ദർശിക്കും, ദൈവം നമ്മെ സന്ദർശിക്കും. സന്ദർശനാനന്തര അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് വരാൻ താമസിച്ചാൽ 2021 ദൈവം നമുക്ക് തരും. അത് ദൈവ സന്ദർശനത്തിന് ശേഷമുള്ളൊരാണ്ടായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം കർത്താവേ, ഇതൊരു വല്ലാത്ത കാലമായിരുന്നു, എന്നാൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചതിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും 2021 കയറുമ്പോൾ ദൈവമായ കർത്താവേ, അവിടുത്തെ സന്ദർശനത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് കയറുവാൻ പരിശുദ്ധതയും ഇടയാക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആ ദൂതനെ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ചിന്തയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നയിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 68-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 68-ാം വാക്യം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത വാക്ക്, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ആ വാക്ക് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, തലമുറയായി സങ്കേതമായ ദൈവം, അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, സനാതനനും സത്യവാനുമായ ദൈവം, ഈ നാളുകളിലെല്ലാം ഞാൻ ഉയർത്തി പറയുന്ന മഹാദൈവം, അത്യുന്നതൻ, സർവശക്തൻ. ആ ദൈവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് തൻ്റെ ജനത്തെ അവൻ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. ഇവിടെ 2-3 ചിന്തകൾ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രബലമായ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ഉടനീളം കാണുന്നൊരു പ്രയോഗമാണ് എൻ്റെ ജനം. എൻ്റെ ജനം എന്ന വാക്ക് ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടല്ല. കാലം, സ്തോത്രം, മാനവ ചരിത്രത്തിന് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ മകനായി ആദമിനെ സൃഷ്ടിച്ചു. സ്തോത്രം, കുടുംബത്തെ രൂപീകരിച്ചു, ഏദൻ തോട്ടത്തിലാക്കി. അവർക്ക് സന്തതി പരമ്പരകൾ ജനിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി മുഴുവൻ നിറയേണ്ടതിന് ദൈവം അവർക്ക് അനുവാദവും അവസരവും കൊടുത്തു.
എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ആയിരുന്നു. കഥയും സംഭവവും ചരിത്രവും നിങ്ങൾക്കറിയാലോ. ആ സംഭവ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യകുലം മുഴുവൻ ആദ്യം മുതലേ സാത്താൻ്റെ വഞ്ചനയിൽ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയായ മനുഷ്യൻ ആദം ദൈവത്തിൻ്റെ മകൻ എന്ന പേരിലാണ് ലൂക്കോസിൽ വംശാവലി പട്ടികയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മകൻ. സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, ദൈവത്തിൻ്റെ ഉപകരണമല്ല, ദൈവത്തിൻ്റെ മകൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ പദവിയിൽ നിന്ന് പാപനിമിത്തം മനുഷ്യനെ അകറ്റി. സ്തോത്രം. പിന്നീട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ യുഗങ്ങളിൽ ദൈവമായ കർത്താവ് ചിലരെ വിളിച്ച് അവർ മുഖാന്തരം ആ തലമുറയിലെ ആളുകൾക്ക് ദൈവം പ്രത്യേകമായിരിക്കുന്ന യുഗപരമായിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും ആരാധന ചട്ടങ്ങളും നിയമിച്ചു. പിന്നെ സ്തോത്രം, ദൈവസന്നിധിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരിക്കാൻ തിരഞ്ഞെടുപ്പാനുള്ള അവകാശം, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് തിരിയാനുള്ള അവകാശം എല്ലാം ദൈവം മനുഷ്യന് കൊടുത്തു. ഫ്രീ വില്ല് എന്നൊരു വാക്കുകൊണ്ടാണ് ആ പദത്തെ നമ്മൾ സ്തോത്രം സാധാരണ വെളിപ്പെടുത്തുന്നത്. സ്വതന്ത്രമായി ചിന്തിപ്പാൻ, സ്വതന്ത്രമായി വിരാജിക്കാൻ, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് കൊടുത്തു. ഇന്നും നമുക്കുണ്ട്. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കണോ, ദൈവത്തെ വെറുക്കണോ, ദൈവമേ എന്ന് വിളിക്കുകയും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ലംഘിക്കുകയും ചെയ്യണം. ഇതിനൊക്കെ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയല്ല, യന്ത്രപാവകളല്ല. അങ്ങനെയാണ് നമ്മുടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം വ്യവസ്ഥകൾ വെച്ചു. എഴുതപ്പെട്ട നിയമങ്ങളും എഴുതപ്പെടാത്ത നിയമങ്ങളും കല്ലിൽ കൊത്തിയ നിയമങ്ങളും പാപ്രസ് ചെടിയിൽ ചെടിയുടെ ഇലകളിൽ താളുകളായി എഴുതിക്കൊടുത്ത നിയമങ്ങളും അങ്ങനെ വന്നു. ഇന്ന് ദൈവമായ കർത്താവ് പുതിയ നിയമം തൻ്റെ പുത്രൻ്റെ ചോരയാൽ സ്ഥാപിച്ചു. ക്രൂശ് മരണത്തിന് ശേഷം അത് കാലോചിതമായിട്ട് നമ്മുടെ കയ്യിൽ എഴുതിക്കിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി, ഈ ഭൂമിയിൽ ചരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന വ്യവസ്ഥകളാണ് വിശുദ്ധ ബൈബിളിനകത്ത് പുതിയ നിയമത്തിൽ കാണുന്നത്. ഇത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ്. എല്ലാ കാലത്തും ദൈവത്തോട് പറ്റി നിന്ന്, ദൈവത്തോട് കൂറുപുലർത്തി, ദൈവം പറയുന്ന കേട്ട്, ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ തൊടാതെ, ചിന്തിക്കാതെ, അതിനകത്ത് സ്പർശിക്കാതെ, അതിനെ അകറ്റി നിർത്തി, ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിനകത്ത് പെടാതെ, ലോകമോഹങ്ങളിൽ അകപ്പെടാതെ, ദൈവത്തെ കോപിപ്പിക്കാതെ, ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കുന്ന ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം വിളിക്കുന്ന പേരാണ് എൻ്റെ ജനം. ദൈവം അവരെ ചേർത്ത് നിർത്തി പറയുന്നു, എൻ്റെ സ്വന്തം ജനം, എൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുന്നു. സ്തോത്രം. അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടല്ല. നീ ദൈവത്തിൻ്റെ ജനമായിരിക്കണോ അതോ ലോകത്തിൻ്റെ ജനമായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്തോത്രം ഈ വചനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ദൈവമായിട്ടുള്ള അടുത്ത സംസർഗത്തിലാണ്. അത് നടക്കുമെന്നുള്ള കാര്യം ബൈബിൾ നമ്മളെ തെളിയിക്കുന്നു. കാലം തെളിയിച്ചു. നമ്മുടെ ചുറ്റും നിൽക്കുന്ന സാക്ഷികൾ അത് തെളിയിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജനം എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. എല്ലാ കാലത്തും ഇന്നുമുണ്ട്. ദൈവത്തോട് അടുത്ത് നിന്നാൽ ആ കാറ്റഗറിയിൽ പെടാം. ഷാജി പാസ്റ്റർ പറയുന്ന വചനം കേട്ടു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് കഥയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവത്തെ അടുത്തറിയണം. എത്ര തിരക്കുള്ള ജീവിതമാണെങ്കിലും ദൈവം വിലക്കിയ ഒരു കാര്യത്തിനകത്തും എന്ത് ലാഭമുണ്ടെങ്കിലും നമ്മൾ കൈ കൊടുക്കരുത്. അങ്ങനെ ജീവിക്കുന്ന പക്ഷം നമ്മൾ ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ആ ഒരു ഫയൽ ഫോൾഡറിലേക്ക് നമ്മളെ ദൈവം എഴുതി ചേർക്കുകയാണ്. സ്വർഗത്തിൽ പേരുള്ളവർ. അവർക്ക് താഴ്ചകൾ വരാം, വീഴ്ചകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, അവർക്ക് ഒതുക്കപ്പെടുന്ന സ്ഥിതി വരാം, അവരുടെ തലകുനിയുന്ന നിലവാരം വരാം, എഴുന്നേക്കാൻ വയ്യാത്ത പ്രതിസന്ധി വരാം. അത് സാത്താൻ്റെ പോരാട്ടം കൊണ്ടോ, ജീവിതത്തിൽ വന്ന പാളിച്ച കൊണ്ടോ, മനുഷ്യൻ്റെ കോപം കൊണ്ടോ എന്തുകൊണ്ട് സംഭവിക്കാം. ശാരീരിക ക്ഷീണം വന്ന് രോഗത്തിലും പ്രയാസത്തിലുമാകാം, സാമ്പത്തിക ഞെരുക്കം വന്ന് അടിച്ചില്ലിൽ വീണതുപോലെയാകാം, കുടുംബ തകർച്ചകൾ വന്ന് ജീവിതത്തിൽ പൊങ്ങാൻ കഴിയാത്ത സ്ഥിതി വരാം, മക്കളെ വളർത്തി സ്വപ്നതുല്യമായി വളർത്തിയിട്ട് പ്രയോജനമില്ലാതെ ചിന്തിച്ചതുപോലെ ആകാതെ ഏതെങ്കിലും നിലവാരത്തിൽ മനസ്സിന് നൊമ്പരം തന്ന് വേദനിപ്പിക്കുന്ന നിലവാരമാകുമ്പോൾ ആ സ്ഥിതിയിൽ മനസ്സിടിയാം. ഏത് വിധത്തിലും മനുഷ്യനല്ലേ പ്രശ്നങ്ങളിൽ അകപ്പെടാം. പക്ഷേ ഇവിടുത്തെ ധൈര്യം എന്താണെന്നറിയാമോ? എൻ്റെ ജനത്തിനൊരു വീഴ്ച വന്നാൽ, എൻ്റെ ജനത്തിനൊരു താഴ്ച വന്നാൽ, എൻ്റെ ജനത്തിന് ഒരു സ്തോത്രം ഒതുക്കപ്പെടുന്ന നിലവാരം വന്നാൽ, ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഈ ദൈവം അവരെ സന്ദർശിച്ച് ഉദ്ധരിക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് വചനം ധ്യാനിച്ചപ്പോൾ സ്വർഗ്ഗം എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ പങ്കുവെക്കട്ടെ. നീ ആരുടെ ആളാണ്? ആ കാര്യം ഒന്ന് ഉറച്ചെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഭാഗം നീ ഒന്ന് ചിന്തിച്ചേ. ആരുടെ ആളാണ്? പേര് എന്താണെന്നുള്ളതല്ല ചോദിച്ചത്, എവിടെയൊക്കെയാണ് നിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ല ചോദിച്ചത്. മനസ്സാക്ഷിയോട് ചോദിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണോ ഞാൻ? സ്തോത്രം. ഇന്നിവിടെ വീണ് മരിച്ചാൽ എൻ്റെ നിത്യത ഉറപ്പാണോ? ഞാൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടനുസരിക്കുന്ന ഒരാളാണോ?
ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണ്? മനുഷ്യന് വന്നുപോയ പാപപരിഹാരത്തിന് വേണ്ടി ഈ കൃപായുഗത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നിങ്ങളതിന് വിധേയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ അതിനെ അനുസരിച്ചിട്ടുണ്ടോ? നിങ്ങളതിൻ്റെ ആത്മീയ ആഴങ്ങൾ തേടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവമേ ഞാൻ നിൻ്റെ ആളാണ്? സ്തോത്രം. ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും കുടുംബത്തോട് ബന്ധപ്പെട്ടായിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ആളാണ്. എൻ്റെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ട്. പറ്റുമെങ്കിൽ ആ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും ഈ ദൂത് കേൾക്കുമ്പോൾ കരമുയർത്തിക്കൊണ്ട് സ്വർഗത്തോട് പറ, അപ്പച്ച സ്തോത്രം, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷേ എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവും ഒന്നിച്ചു പറയുന്നു, ഞാൻ നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, നീ എനിക്കുള്ളവനാണെന്ന് ദൈവം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ തന്നെ വീണ്ടെടുത്തിട്ടുണ്ട്, അവിടെ തന്നെ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ സൃഷ്ടാവ് മാത്രമല്ല, എൻ്റെ പാപമോചകനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. യെശയ്യാവ് 43 പറയുന്നത് പോലെ ദൈവം എനിക്കെല്ലാം എല്ലാമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ ദൈവത്തിൻ്റെ ജനമായി നിൽക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ, നിങ്ങൾക്കൊരു പോരായ്മ വന്നാൽ, നിങ്ങൾക്കൊരു തളർച്ച വന്നാൽ ഒരു സാധ്യത കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 68-ാമത്തെ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന്, ദൈവത്തിൻ്റെ മക്കൾക്കൊരു പ്രശ്നം വന്നാൽ, ലോകത്തിന്, വൈദ്യശാസ്ത്രത്തിന്, കോടതികൾക്ക്, ഇവിടുത്തെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക്, വീട്ടുകാർക്ക്, ഉപദേശിക്കുന്നവർക്ക്, നല്ല പ്രാർത്ഥിച്ചവർക്ക്, ഇവർക്കാർക്ക് ഒന്നും ചെയ്യാനില്ലാതെ പലരും അടുക്ക് വന്നു സ്വാന്തനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, പല പ്രാവശ്യം നമ്മുടെ വീട് വിസിറ്റ് ചെയ്തു, ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ അപ്പുറം ഒരു സാധ്യത കിടക്കുന്ന കണ്ടോ? ഒന്ന് തല ഉയർത്തി നോക്കി. എന്താ സാധ്യത? സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ, നമ്മളെ സ്വന്തമാക്കിയവൻ, ചോര തന്ന് വീണ്ടെടുത്തവൻ, ആ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായാൽ, ആ സന്ദർശനത്തിലൂടെ തകർന്നു പോയവന്, വീണുപോയവന്, ഒതുങ്ങിപ്പോയവന്, സാധ്യത നഷ്ടപ്പെട്ടവന് ഒരു ഉദ്ധാരണം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്നു. ഉദ്ധാരണം എന്ന പഴയ മലയാള വാക്കിന് ഇംഗ്ലീഷിലെ ചില വേർഷൻ ഉപയോഗിക്കുന്ന സ്തോത്രം അക്ഷരീകമായിരിക്കുന്ന മറുപടി, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ലിഫ്റ്റ് അപ്പ് ചെയ്യുക, ലിഫ്റ്റ് അപ്പ് ചെയ്യുക, ഉയർത്തുക. ഒരു മനുഷ്യരെ കൈത്താങ്ങൽ കൊടുത്ത്, ഒരു തകർന്ന കുടുംബം നാട്ടിലുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ അറിവിൽപ്പെട്ട കുടുംബമാണ്, നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, അവരെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു അപ്പൻ്റെ മക്കളായിരിക്കും, ഇന്ന് ഒരു കഷ്ടതയിലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വരുമ്പോഴെല്ലാം ഒരു പെർഫ്യൂം കൊടുത്തു, ഒരു സോപ്പ് കൊടുത്തു, അവർക്ക് എന്തുണ്ട്? പക്ഷെ അവർ ലിഫ്റ്റപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റിയാലോ? സോപ്പ് കൊടുത്താൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ടൈഗർ ബാം കൊടുത്താൽ, സ്തോത്രം, അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു പാൻറ്റിൻ്റെയോ ഷർട്ടിൻ്റെയോ തുണി കൊടുത്താൽ, ഒരു ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ചു കൊടുത്താൽ, ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ, സ്തോത്രം, അവിടെ നിന്ന് കൊണ്ടുവന്ന നാളെ ചോക്ലേറ്റ് കൊടുത്താൽ ഉദ്ധാരണമാകുകയില്ല, ഒരു സന്തോഷിപ്പിക്കൽ മാത്രം. പക്ഷെ ഉദ്ധാരണം എങ്ങനെയാണ്? ആ വീട്ടിൽ ഒരു കൊച്ചിനെ, ചിലപ്പോൾ അവൻ ITA വരെ പഠിച്ചതായിരിക്കാം, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയി ഒരു കൊച്ചു ജോലി മേടിച്ചു കൊടുത്തു, അവനോട് പോയി രക്ഷപ്പെട്ടു, വേരി പിടിച്ചു, അവൻ കാശ് അയച്ചു കൊടുത്തു, ഇവിടെ ഒരു വീട് പണിത് അപ്പനെ സന്തോഷിപ്പിച്ചു. ആണ്ടിലൊരിക്കൽ അവൻ നാട്ടിൽ വന്ന് പോകുമ്പോൾ നാട്ടുകാരും ചരിത്രം ഒരു 3 തലമുറയെങ്കിലും പറയും, ഈ കുടുംബത്തെ ഉദ്ധരിച്ചത്, രക്ഷപ്പെടുത്തിയത് ഇന്നാടത്തെ ഇന്നാരാ. മനസ്സിലായോ? ചോക്ലേറ്റ് കൊടുത്തും, സ്തോത്രം, വരുമ്പോൾ പാൽപ്പൊടി കൊടുത്തും, ഒരു എന്താ പറയുക, വെള്ളം കലക്കി കുടിക്കുന്ന ടാങ്ക് കൊടുത്തും, സ്തോത്രം, അത് ലിഫ്റ്റപ്പ് അല്ല, അവനെ പൊക്കിയെടുത്ത് ഉയർത്തുകയാണ്. അർത്ഥം മനസ്സിലായോ? ലിഫ്റ്റപ്പ്, ഉദ്ധാരണം. എൻ്റെ ദൈവം നിന്നോട് പറയുന്നു, സഹായിക്കാൻ ആരുമില്ലാത്ത, ചുരുണ്ടുകൂടി കിടക്കുന്ന, കടഭാരം കൊണ്ട് പൊറുതിമുട്ടിയ, വീട്ടിൽ പ്രശ്നം കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത, വിദ്യാഭ്യാസത്തിൽ ഞരങ്ങുന്ന, പലവട്ടം വാതിലുകളിൽ മുട്ടിയിട്ട് മറുകര കയറാൻ പറ്റാത്ത, തുഴഞ്ഞിട്ടും കുഴയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ലിഫ്റ്റപ്പ് ചെയ്യുന്നൊരു ദൈവമുണ്ട്, സന്ദർശിക്കും. ആ ദൈവം ആരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഉയർത്തിയിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്, ലിഫ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, ഈ സ്തോത്രം, എന്നെ ലിഫ്റ്റപ്പ് ചെയ്തത്, സ്തോത്ര ഹല്ലേലൂയ, സർവശക്തനായ ദൈവമാണ് എന്നെ ഉയർത്തിയത്. നിങ്ങളോട് ഈ വചനം പറയത്തക്ക രീതിയിൽ എന്നെ ഉയർത്തിയത്, എന്നെ ലിഫ്റ്റപ്പ് ചെയ്തത് വേറെ ആരുമല്ല. സ്തോത്രം, ആരെങ്കിലൊക്കെ ദൈവം ഉപയോഗിച്ച് കാണും, പക്ഷേ എൻ്റെ ദൈവമാണ്. ഞാനൊരു അനുഭവം സങ്കീർത്തനത്തിൽ നിന്ന് പറയട്ടെ. 30-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, എന്തുകൊണ്ടെന്നാൽ നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ദാവീദ് രാജാവിൻ്റെ ഭവന പ്രതിഷ്ഠാ ഗാനം എന്നാണ് 30-ാം
സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത്, കാട്ടിൽ കടന്ന ദാവീദിന് സ്തോത്രം ശൗലിനെ പേടിച്ച് അലഞ്ഞു നടന്ന കാലത്ത് സ്തോത്രം ദൈവമായ കർത്താവിൻ്റെ കൃപയാൽ ഒരു രാജാവിനെ ദൈവമായ കർത്താവ് മനസ്സുണർത്തി. ആ രാജാവിനെ കൊണ്ട് സ്തോത്രം ദാവീദിനൊരു അരമന പണിയിച്ചു കൊടുത്ത വിവരം 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം ആ അരമന പണിതു കൊടുത്തു. ഹീരാം എന്ന് പറയുന്നൊരു രാജാവ് അരമന പണിതു കൊടുത്തതിൻ്റെ ഒരു പ്രതിഷ്ഠ നടക്കുന്ന സമയമാണെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. 30-ാം സങ്കീർത്തനം എഴുതാനുണ്ടായ പശ്ചാത്തലം അവിടെ വെച്ച് അദ്ദേഹം പറയുകയാണ്, ദൈവമേ കാട്ടിൽ കടന്നവനാ, കാട്ടരുവിയിൽ വെള്ളം കുടിച്ച് കാട്ടുകായ്കൾ പറിച്ചു തിന്ന് കാട്ടുമരങ്ങളുടെ ചോട്ടിൽ നിന്ന് കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിച്ചവനാ ഞാൻ. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, 10 പേരുടെ മുമ്പിൽ എൻ്റെ പേര് അറിയപ്പെടുമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ആ വനത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് ഒരിക്കലും കണ്ടതല്ല. ആട്ടിൻ കൂട്ടത്തിൻ്റെ ഇടയിൽ കിടന്ന എന്നെ എൻ്റെ ദൈവം ഉദ്ധരിച്ചു. എൻ്റെ ശത്രുക്കൾക്ക് മുമ്പിൽ എന്നെ ലജ്ജിപ്പിക്കാൻ അനുവദിച്ചില്ല. ഞാൻ അവസാന ഭാഗത്തേക്ക് വരിക ഈ സന്ദേശത്തിൻ്റെ. നീ എവിടെ കിടക്കുന്നു? നീ എത്ര താഴ്ചയിൽ കിടക്കുന്നു? നീ എത്ര തകർന്നു കിടക്കുന്നു? നിൻ്റെ കുടുംബം നിൻ്റെ തലകുനിച്ചോ? നിൻ്റെ ജീവിത പ്രശ്നം നിൻ്റെ തലകുനിച്ചോ? കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ലീക്ക് ഔട്ടായോ നിൻ്റെ ഫാമിലി പ്രോബ്ലം, നിൻ്റെ കഷ്ടത? അവർ നിന്നെ വല്ലാത്തൊരു കണ്ണുകൊണ്ടാണോ കാണുന്നത്? ഭാരപ്പെടല്ലേ, വേദനപ്പെടല്ലേ, നൊമ്പരപ്പെടല്ലേ. ഉദ്ധാരണങ്ങളുടെ ദൈവമുണ്ട്. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നത്. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. സങ്കീർത്തനം 9:13 പറയുന്നു, മരണവാതിലുകളിൽ നിന്ന് അവൻ ഉദ്ധരിക്കുന്നവനാണ്. 143-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം പറയുന്നു, കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ്. ദൈവത്തിന് സാഹചര്യം വിഷയമല്ല. നിങ്ങൾക്കൊരു ഉദ്ധാരണം വേണോ? അവൻ നിന്നെ സന്ദർശിക്കും. എൻ്റെ ദൈവം സന്ദർശിച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഉദയം ഈ ഭൂമിയിലെ ഒരു പുൽക്കൊടിയെ സന്ദർശിച്ചാൽ രാത്രി മുഴുവൻ സൂര്യനില്ലാതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരത്തിൻ്റെ ഇലകളെല്ലാം വൈകുന്നേരമാകുമ്പോൾ വാടി തളർന്ന് തലകുത്തി ഞരമ്പ് പൊട്ടിയ മനുഷ്യനെ പോലെ തലകുത്തി കിടക്കുന്നു. രാവിലെ പ്രഭാത സൂര്യൻ ഉദിക്കുന്ന മാത്രയിൽ ഈ ഇലകളെല്ലാം ഉദ്ധരിച്ച് പൊങ്ങി വരുന്ന കണ്ടിട്ടുണ്ടോ? അതെല്ലാം പച്ചപ്പോടെ കരുത്തോടെ മസിപ്പവറോടെ ഉയർന്നു നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്താ കാരണം? സൂര്യൻ സന്ദർശിച്ചാൽ ഇവിടത്തെ ഇലകളും പച്ചപ്പുകളും കരുപ്പിടിച്ച് നല്ല ലിഫ്റ്റ് ചെയ്തതുപോലെ ബലപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം നിന്നെ സന്ദർശിച്ചാൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ബ്രദർ, സിസ്റ്റർ, ആൻറ്റിമാരെ, അച്ചാച്ചന്മാരെ, ദൈവദാസന്മാരെ, ദൈവം സന്ദർശിക്കും. നിന്റെ തളർന്നുപോയ ജീവിതത്തെ ഉദ്ധാരണം ചെയ്യാൻ ദൈവം സന്ദർശിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിൽ കാണുന്നു. തളർന്നു പോയവരുണ്ട്, ഒതുങ്ങിപ്പോയവരുണ്ട്, തലകുനിച്ചവരുണ്ട്, നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട്, സമൂഹമധ്യത്തിൽ നിന്ദിക്കപ്പെട്ടവരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞതിൻ്റെ പേരിൽ വളരെ നീറുന്നവരുണ്ട്. അപ്പാ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ശത്രുക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്, ഉദ്ധരിക്കണേ. അങ്ങേക്കത് ചെയ്യാൻ കഴിയും. സന്ദർശിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങെപ്പോ